ഉണ്ണികളൊരു കഥ പറയാം. മോഹൻലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു, മിഴുനീർപ്പൂൾ എന്ന് പറഞ്ഞ മോഹൻലാൽ അഭിനയിച്ചു. അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞപ്പോൾ കൊച്ചുവൻ കാണാൻ വേണ്ടി വന്നു. കൊച്ചുവൻ്റെ അടുത്ത് ലാൽ എന്നെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം ഇവർ കുറേ നേരം സംസാരിച്ച് അങ്ങ് പോയി. പിറ്റേ ദിവസം രാവിലെ കൊച്ചുവൻ എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഒന്ന് സെഞ്ച്വറി ഫിലിംസിൽ വരാൻ പറ്റുമെന്ന് വെച്ചു. കാരണം എനിക്ക് സെഞ്ച്വറി ഫിലിംസായിട്ട് നല്ല ബന്ധമുണ്ട്. അങ്ങനെ ഊണ് നമുക്ക് അവിടെ നിന്ന് കഴിക്കാമെന്ന്. ഞാൻ ഊണ് കഴിക്കുമ്പോൾ മോഹൻലാൽ അവിടെയുണ്ട്. ഞങ്ങൾ മൂന്നുപേരും കൂടി ഊണ് കഴിക്കുന്നു. അപ്പോഴാണ് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലാൽ എന്നോട് പറയുന്നത്, കമലേ നമുക്ക് അടുത്ത പടം ഞങ്ങളുടെ പടം ചെയ്യണമെന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് ഒരു ഡയറക്ടർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. എൻ്റെ ആദ്യത്തെ സിനിമ റിലീസായിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കണുള്ളൂ. ഒരു പ്രോജക്റ്റ് ആലോചിച്ചോളാം എന്നൊരു കഥ ആലോചിച്ചു. അത് തന്നെ പറഞ്ഞത്, കഥ ആലോചിച്ചോളാം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് പിരിഞ്ഞു. ഈ പടം റിലീസായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആണ് ഞാൻ ജോൺ പോളിനായിട്ട് ഈ കഥ ആലോചിക്കാനിരിക്കുന്നത്. അപ്പോൾ സെഞ്ച്വറി ഫിലിംസിന് വേണ്ടി മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മൾ കഥ ആലോചിക്കുന്നത്. അപ്പോൾ അത് ആർട്ടിസ്റ്റിനെ മുമ്പിൽ കണ്ട് കഥ ഉണ്ടാക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള വേറെ വിഷയം. പക്ഷേ അവിടെ ഇന്ന ടൈപ്പ് സിനിമ എന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല. കമലിന് ഇഷ്ടമുള്ള സിനിമ ചെയ്തോളൂ എന്ന് പറഞ്ഞത്. ആ ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല? അപ്പോൾ അതൊരിക്കലും മോഹൻലാലിൻ്റെ മറ്റേ സത്യനന്ദിക്കാടും ശ്രീനിവാസൻ ചെയ്യണ വരും സിനിമ വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പ്രിയദർശൻ്റെ സിനിമ വരും വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മറ്റേ ആക്ഷൻ പടങ്ങൾ മോഹൻലാൽ അന്ന് ചെയ്തുകൊണ്ടിരിക്കേണ്ട അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. കമലിന് ഇഷ്ടമുള്ള സിനിമ ചെയ്തു. അപ്പോൾ ഒരു ഡയറക്ടർക്ക് അയാളുടെ ഐഡൻറ്റിറ്റിയും അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും കൃത്യമായിട്ട് കിട്ടുന്ന ഒരവസ്ഥ അന്നുണ്ടായിരുന്നു. അതിപ്പോൾ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും അന്നത്തെ ഏത് ആക്ടറായാലും അങ്ങനെ തന്നെയാണ്. അതിൽ ഇടപെടാറില്ല.